നമസ്കാരം. നരേന്ദ്രനോട് ചോദിക്കാനുള്ളത്, നമ്മളെല്ലാ സിനിമയും ഫസ്റ്റ് തന്നെ കാണാവുന്നവരാണ്. അപ്പൊ ആഘോഷം കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമ്പസ് ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു സിനിമയാണ്. ക്യാമ്പസ് ചിത്രം എന്നും പറയാം, പക്ഷെ എങ്കിലും ഇതിൽ വേറൊരു കഥ പറഞ്ഞ് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സസ്പെൻസ് എലിമെന്റ് ആണ്. അത് എൻ്റെ ക്യാരക്ടറിന്റെ പേര് സൂരജ് എന്നാണ്. സൂരജ് സിനിമയിൽ വന്നതിന് ശേഷം ഒരു പ്രൊഫസറായിട്ട് വരികയാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസും കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതും ഇതൊക്കെ ഭാഗമായി വേറൊരു കഥയിലേക്ക് നമ്മൾ ഇൻഫോൾഡ് ചെയ്തിട്ട് പോകുന്നൊരു സംഭവമുണ്ട്. കുറച്ച് സീരിയസ് ആയ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്ത്, പക്ഷെ ഇതിന്റെ പശ്ചാത്തലം ഒരു ക്യാമ്പസ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഒരു ആഘോഷത്തിന്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരുടെ അടുത്ത് പറയേണ്ടത് ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഈസി ഗോയിങ് എന്റർടൈനർ, ജോവിയലായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ് ആഘോഷം. എസ്പെഷ്യലി വെക്കേഷൻ ടൈമിൽ നമ്മളൊരു ക്രിസ്മസ് സമയത്താണ് ഇതിൻ്റെ ഒരു റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സോ ഫാമിലിക്ക് ആയിട്ട് പോയി കാണാവുന്ന ജോവിയൽ എന്റർടൈനർ. ആൻഡ് ഇതിന്റെ പിന്നിൽ ഒരു നല്ലൊരു മെസ്സേജും ഉണ്ട് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ ഫൺ ഫിൽം. ഈ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണ് ആഘോഷം. താങ്ക് യു.